പ്രതീക്ഷിച്ച മഴ ലഭിക്കാതെ വന്നതോടെ തേക്കടിയിൽ ബോട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം KTDC വെട്ടിക്കുറച്ചു. ജലനിരപ്പ് 110 അടിയിലേക്ക് താഴ്ന്നതോടെ തടാകത്തിലെ ബോട്ടുചാലയിൽ പലയിടങ്ങളിലും മണൽത്തിട്ടകളും മരക്കുറ്റികളും ദൃശ്യമായി കഴിഞ്ഞു. അപകടം ഒഴിവാക്കാനാണ് KTDCയുടെ നടപടി. വെയിൽ കനത്തതോടെ തേക്കടി തടാകത്തിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നു. മണൽത്തിട്ടകൾ ദൃശ്യമായതോടെ KTDC ബോട്ടുകളിലെ യാത്രക്കാരുടെ എണ്ണം വെട്ടിക്കുറച്ചു. ഇത്തവണ കാലവർഷം ദുർബലമായതോടെയാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ക്രമാതീതമായി താഴ്ന്നത്. മുൻവർഷത്തെ അപേക്ഷിച്ച് 6 അടിയോളം വെള്ളമാണ് അണക്കെട്ടിൽ കുറവുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ ദിവസം 117.10 അടി വെള്ളമായിരുന്നു അണക്കെട്ടിൽ ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോഴിത് 110.7 അടി മാത്രമാണ്. കഴിഞ്ഞ വർഷം സെക്കൻഡിൽ 931 ഘനയടി വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തിയിരുന്നുവെങ്കിൽ ഇത്തവണ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശങ്ങൾ തന്നെ വരണ്ടുണങ്ങിക്കിടക്കുകയാണ്. അതേസമയം തമിഴ്നാട്ടിലേക്ക് സെക്കൻഡിൽ 30 ഘന അടി ജലം ആളുകളുടെ ആവശ്യത്തിനായി കൊണ്ടുപോകുന്നുണ്ട്. ജലനിരപ്പ് 110 അടിയായതോടെ തടാകത്തിലെ ബോട്ട് ചാലുകളിൽ പലയിടത്തും മണൽത്തിട്ടകളും മരക്കുറ്റികളും ദൃശ്യമായി കഴിഞ്ഞു. ബോട്ട് മരക്കുറ്റിയിൽ തട്ടി അപകടമുണ്ടാകാനുള്ള സാധ്യതയുള്ളതിനാലാണ് KTDCയുടെ ഇരുനില ബോട്ടായ ജലരാജയിൽ സീറ്റിംഗ് കപ്പാസിറ്റി വെട്ടിക്കുറച്ചത്. ഒരേ സമയം 126 പേർക്ക് സഞ്ചരിക്കാവുന്ന ബോട്ടിൽ ഇപ്പോൾ 80 പേരെയാണ് കയറ്റുന്നത്. ജലനിരപ്പ് 2 അടി കൂടി താഴ്ന്നാൽ ബോട്ട് ജെട്ടി 1 കിലോമീറ്ററോളം അകത്തേക്ക് മാറ്റേണ്ടി വരും. ഇത് വലിയ നഷ്ടമാകും KTDCക്ക് ഉണ്ടാക്കുക. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. ആളിയാറിൽ നിന്ന് വെള്ളം ലഭിച്ചില്ലെങ്കിൽ പാലക്കാട് ചിറ്റൂർ മേഖലയിൽ രണ്ടാം വിള ഇറക്കാനാകാതെ തരിച്ചിടേണ്ടി വരുമെന്ന് നെൽകർഷകർ. ആവശ്യത്തിന് വെള്ളം ലഭിക്കാത്തതിനെ തുടർന്ന് ഒന്നാം വിള കൃഷിയും കരിഞ്ഞുണങ്ങി നശിക്കുകയാണ്. ഏകപക്ഷീയമായി ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ തമിഴ്നാട് പാലക്കാട് ചിറ്റൂർ മേഖലയിലെ നെൽകർഷകരാണ് വലിയ പ്രതിസന്ധി നേരിടുന്നത്. എലപ്പുള്ളി, നല്ലേപ്പിള്ളി, പൊൽപ്പുള്ളി പഞ്ചായത്തുകളിൽ ഒന്നാം വിള കൊയ്ത്ത് ആരംഭിച്ചതേയുള്ളൂ. മഴ കുറഞ്ഞതും ഡാം വെള്ളം ലഭിക്കാതായതും കാരണം ഏക്കർ കണക്കിന് നെൽകൃഷി ഉണങ്ങിക്കൊണ്ടിരിക്കുകയാണിവിടെ. ഒന്നാം വിളയിലെ നഷ്ടത്തിന് പിന്നാലെയാണ് ആളിയാർ വെള്ളം തമിഴ്നാട് പൂർണ്ണമായും നിർത്തിവച്ചിരിക്കുന്നത്. ഇനി രണ്ടാം വിളയെക്കുറിച്ച് ആലോചിക്കേണ്ടതില്ലെന്ന് നെയ്തല പാടശേഖര സമിതി അംഗങ്ങൾ പറയുന്നു. രണ്ടാം വിള ഇവിടെ ഈ ഭാഗത്തൊന്നും ചെയ്തിട്ട് കിട്ടില്ല. പിന്നെ തുലാവർഷം നന്നായി കനത്ത് പെയ്താലേ ഞങ്ങൾ രണ്ടാം വിളയ്ക്കുള്ള ശ്രമം നടത്തുള്ളൂ. ചിറ്റൂർ പുഴയിലേക്ക് വെള്ളം ലഭിച്ചില്ലെങ്കിൽ കുടിവെള്ള പദ്ധതികളിലെ ജലവിതരണം മുടങ്ങും. മൂലത്തറ മുതൽ കോട്ടായി വരെ 15ഓളം തടയണകൾ ചിറ്റൂർ പുഴയിലുണ്ട്. നിലവിൽ ചിറ്റൂർ പുഴ കുടിവെള്ള പദ്ധതിയിൽ നിന്ന് 6 പഞ്ചായത്തുകളിലേക്കും ചിറ്റൂർ നഗരസഭയിലേക്കും ഒരു ദിവസം 95 ലക്ഷം ലിറ്റർ വെള്ളമാണ് വിതരണം ചെയ്യുന്നത്. കാർഷിക മേഖലയുടെ തകർച്ചയ്ക്ക് പിന്നാലെ രൂക്ഷമായ കുടിവെള്ള പ്രശ്നവും തമിഴ്നാട് നടപടിയിലൂടെ നാം അഭിമുഖീകരിക്കേണ്ടി വരും. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ആളിയാർ വെള്ളപ്രശ്നത്തിൽ പൊള്ളാച്ചിയിൽ നടന്ന ആദ്യഘട്ട ചർച്ച വിജയം. ഇന്നു മുതൽ സെക്കൻഡിൽ 300 ഘനയടി വെള്ളം തമിഴ്നാട് കേരളത്തിന് വിട്ടു നൽകും. സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗം 2 ആഴ്ചക്കകം ചേരാനും തീരുമാനമായി. പൊള്ളാച്ചിയിൽ നടന്ന കേരള തമിഴ്നാട് ഉദ്യോഗസ്ഥതല യോഗത്തിലാണ് ആളിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറക്കാൻ തീരുമാനമായത്. ഇതനുസരിച്ച് ഇന്നു മുതൽ സെക്കൻഡിൽ 300 ഘനയടി വെള്ളം കേരളത്തിന് ലഭിച്ചു തുടങ്ങും. സംയുക്ത ജലക്രമീകരണ ബോർഡ് യോഗത്തിൽ പങ്കെടുക്കാമെന്നും തമിഴ്നാട് സമ്മതിച്ചു. 2 ആഴ്ചയ്ക്കകം യോഗം ചേരാനാണ് ധാരണയെന്ന് കേരളത്തെ പ്രതിനിധീകരിച്ച് യോഗത്തിൽ പങ്കെടുത്ത ജോയിന്റ് ഡയറക്ടർ P. സുധീർ പറഞ്ഞു. നിലവിലെ അളവിൽ വെള്ളം കിട്ടിയാൽ ഈ മാസം 15 വരെ ലഭിക്കേണ്ടതിന്റെ പകുതി മാത്രമേ ആവൂ. സംസ്ഥാന സർക്കാർ സമ്മർദ്ദത്തെ തുടർന്നാണ് ഇന്നത്തെ ചർച്ചയ്ക്ക് തമിഴ്നാട് തയ്യാറായത്. തമിഴ്നാടിനെ പ്രതിനിധീകരിച്ച് പറമ്പിക്കുളം ആളിയാർ പ്രൊജക്ട് സൂപ്രണ്ട് R. ഇളകേശിന്റെ നേതൃത്വത്തിലുള്ള സംഘം യോഗത്തിൽ പങ്കെടുത്തു. വെള്ളിയാഴ്ച വൈകിട്ടാണ് ആളിയാർ ഡാമിൽ നിന്ന് കേരളത്തിന് നൽകിക്കൊണ്ടിരുന്ന വെള്ളം തമിഴ്നാട് നിർത്തിവെച്ചത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരള ടെക്സ്റ്റൈൽ കോർപ്പറേഷന് കീഴിൽ 5 വർഷം മുൻപ് നിർമ്മാണം പൂർത്തിയാക്കി ഉദ്ഘാടനം നിർവഹിച്ച ഉദുമ ടെക്സ്റ്റൈൽ മിൽ തുറന്നു പ്രവർത്തിപ്പിക്കുന്നതിന് സംസ്ഥാന സർക്കാർ നടപടി സ്വീകരിക്കും. 3 മാസത്തിനുള്ളിൽ ഫാക്ടറി തുറന്നു പ്രവർത്തിക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ പറഞ്ഞു. ഫാക്ടറിയിൽ നടന്ന ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ജയരാജൻ. മുൻ LDF സർക്കാരിന്റെ കാലത്ത് സ്ഥാപിച്ചതാണ് ഉദുമ ടെക്സ്റ്റൈൽ മിൽ. LDF ഭരണകാലത്ത് തന്നെ മില്ലിന്റെ ഉദ്ഘാടനം നടന്നെങ്കിലും തുടർന്ന് അധികാരത്തിൽ വന്ന UDF സർക്കാർ മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ യാതൊരു നടപടിയും സ്വീകരിച്ചില്ല. മിൽ പ്രവർത്തനം ആരംഭിച്ചാൽ 200ഓളം പേർക്ക് തൊഴിൽ ലഭിക്കും. നിയമനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് UDF സർക്കാർ റദ്ദാക്കിയതിനെ തുടർന്ന് ഹൈക്കോടതിയിൽ നൽകിയ പരാതി തങ്ങൾ പിൻവലിക്കുമെന്ന് ഉദ്യോഗാർത്ഥികളുടെ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു. അടിയന്തര സാമ്പത്തിക സഹായം ലഭ്യമാക്കി ഡിസംബറിൽ തന്നെ മിൽ തുറന്നു പ്രവർത്തിപ്പിക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് വ്യവസായ മന്ത്രി EP ജയരാജൻ യോഗത്തിൽ പറഞ്ഞു. സാമ്പത്തിക കാര്യം ഞങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കാം. തുടങ്ങണമെങ്കിൽ ഇപ്പോൾ തന്നെ അതിന്റെ പ്രവൃത്തി ആരംഭിക്കും, അതിന്റെ നടപടികൾ ആരംഭിക്കും. ഡിസംബർ മാസം തന്നെ ഈ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിക്കാൻ സാധിക്കണം. P. കരുണാകരൻ MP,
കെ കുഞ്ഞിരാമൻ MLA, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് AGC ബഷീർ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. കാസർഗോഡ് കരിന്തളം തലയെടുക്കത്ത് കേരള ക്ലേ ആൻഡ് സിറാമിക്സ് പ്രോഡക്ട്സ് ലിമിറ്റഡിനു വേണ്ടിയുള്ള ചെങ്കൽ ഖനനം തുടരുന്നത് സംബന്ധിച്ച് സമരസമിതിയുമായി മന്ത്രി EP ജയരാജൻ ചർച്ച നടത്തിയെങ്കിലും ധാരണയിലെത്തിയില്ല. ചർച്ച തുടരുമെന്ന് സമരസമിതി നേതാക്കൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുതിർന്ന CPIM നേതാവ് KK മാമക്കുട്ടി അന്തരിച്ചു. 95 വയസ്സായിരുന്നു. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് തൃശൂർ ഊരകത്തെ വീട്ടുവളപ്പിൽ നടക്കും. വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് വിശ്രമജീവിതം നയിച്ചു വരികയായിരുന്നു KK മാമക്കുട്ടി. ആരോഗ്യനില മോശമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇന്ന് പുലർച്ചെയായിരുന്നു അന്ത്യം. തൃശൂർ ജില്ലയിലും മധ്യകേരളത്തിലാകെയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച നേതാവായിരുന്നു മാമക്കുട്ടി. 1953-ൽ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായാണ് പൊതുപ്രവർത്തന രംഗത്തെത്തുന്നത്. 58-ൽ ജില്ലാ കൗൺസിൽ അംഗമായി. 64-ൽ ജില്ലാ കൗൺസിലിൽ നിന്നും രാജിവെച്ച് CPIM കെട്ടിപ്പടുക്കുന്നതിന് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു. അന്ന് തൃശൂർ ജില്ലാ കൗൺസിലിൽ നിന്നും ഇറങ്ങിവന്ന 5 നേതാക്കളിൽ ഒരാളായിരുന്നു മാമക്കുട്ടി. 35 വർഷക്കാലം CPIM-ന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറിയായും 40 വർഷത്തിലധികം കാലം സംസ്ഥാന സമിതി അംഗമായും പ്രവർത്തിച്ച് സാംസ്കാരിക തലസ്ഥാനത്ത് തൊഴിലാളിവർഗ പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിച്ചു. പാർലമെന്ററി രംഗത്തോടും അധികാരത്തോടും എന്നും അകന്നുനിന്നു മാമക്കുട്ടി. സംഘടനാ രംഗത്താണ് മുഴുവൻ കാലവും അദ്ദേഹം പ്രവർത്തിച്ചത്. പുതിയ തലമുറയിലെ പാർട്ടി നേതാക്കൾക്കും പ്രവർത്തകർക്കും എക്കാലത്തെയും ഊർജ്ജമാണ് മാമക്കുട്ടിയുടെ ഓർമ്മകളെന്ന് നേതാക്കൾ അനുസ്മരിച്ചു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ തൃശ്ശൂർ ജില്ലയിൽ ഏറ്റവും വലിയ പ്രസ്ഥാനമാക്കി മാറ്റുന്നതിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ വലിയ നേതാവായിരുന്നു സഖാവ് മാമക്കുട്ടി. ജില്ലയിലെ പുരോഗമന പ്രസ്ഥാനങ്ങൾക്കും ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾക്കും മതനിരപേക്ഷ പ്രസ്ഥാനങ്ങൾക്കും എല്ലാം മാതൃകയായ സഖാവ് മാമക്കുട്ടിയേട്ടൻ്റെ നിര്യാണം നമ്മുടെ പൊതുപ്രസ്ഥാനത്തിന് പൊതുവായി നഷ്ടമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അടിയന്തരാവസ്ഥക്കാലത്ത് ഒളിവ് ജീവിതം നയിച്ചു. നിരവധി തവണ ജയിൽവാസവും അനുഭവിച്ചിട്ടുണ്ട്. ഒട്ടേറെ ട്രേഡ് യൂണിയനുകളുടെയും നേതാവായിരുന്നു. മികച്ച സംഘാടകനെന്നു കൂടി അറിയപ്പെടുന്ന KK മാമക്കുട്ടി. പ്രിയ നേതാവിൻ്റെ മരണവിവരമറിഞ്ഞ നിരവധി പ്രവർത്തകരാണ് ആശുപത്രിയിലേക്കും CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്കും ഒഴുകിയെത്തിയത്. സംസ്കാരം നാളെ വൈകിട്ട് 3-ന് തൃശൂർ ഊരകത്തെ വീട്ടുവളപ്പിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്നവർക്ക് രാത്രി ഭക്ഷണം നൽകുന്ന അത്താഴപ്പട്ടിണി കൂട്ടത്തിന്റെ 1ാമത് വാർഷികം VS ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 1 വർഷത്തിലധികമായി ഇവർക്ക് ഭക്ഷണം നൽകുന്നത് ഈ ചെറുപ്പക്കാരാണ്. ആലപ്പുഴ പട്ടണത്തിലെ അശരണർക്കും തെരുവിൽ അന്തിയുറങ്ങുന്ന അഗതികൾക്കും അത്താഴം എത്തിച്ചു നൽകുന്ന അത്താഴക്കൂട്ടം എന്ന സംഘടനയുടെ 1ാം വാർഷികമാണ് ആലപ്പുഴയിൽ നടന്നത്. നഗരത്തിലെ തെരുവിലും വീടുകളിലും വിശപ്പ് രഹിത കേരളം എന്ന സ്വപ്നമാണ് അത്താഴക്കൂട്ടം പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നത്. ഇതിന്റെ 1ാം വാർഷിക ഉദ്ഘാടനം VS അച്യുതാനന്ദൻ നിർവഹിച്ചു. വിശപ്പ് രഹിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഈ ചെറുപ്പക്കാർ പറയുന്നു. അണ്ണാറക്കണ്ണനും തന്നാലായത് എന്ന മട്ടിൽ ആ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിലേക്കുള്ള ചെറിയ ചുവടുവെടുപ്പുകളാണ് അത്താഴക്കൂട്ടം നടത്തുന്നത്. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന പ്രമുഖരെ ആദരിച്ചു. അത്താഴക്കൂട്ടത്തിന്റെ സുവനീർ പ്രകാശനം പൊതുമരാമത്ത് രജിസ്ട്രേഷൻ വകുപ്പ് മന്ത്രി G സുധാകരൻ നിർവഹിച്ചു. സനാതനമായ സത്യങ്ങൾ മനസ്സിലാക്കിയാണ് വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക, വിദ്യാഭ്യാസം നടത്താൻ കഴിവില്ലാത്ത കുഞ്ഞിന് വിദ്യാഭ്യാസത്തിന് സഹായം കൊടുക്കുക, കുടുംബത്തിൻ്റെ ഭദ്രതയുടെ അടിത്തറയായിട്ടുള്ള കുടുംബങ്ങളുടെ ശൈഥില്യം ഉണ്ടാകാതിരിക്കുക, തങ്ങൾക്ക് കഴിയാവുന്ന ഐക്യപ്രവർത്തനം നടത്തുക തുടങ്ങിയ മഹത്തായിട്ടുള്ള കാര്യങ്ങൾ. ഫലത്തിൽ ആലപ്പുഴയിലെ യുവാക്കളുടെ കൂട്ടായ്മയായി മാറിയ അത്താഴക്കൂട്ടം പരിപാടി കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള കാരുണ്യ പ്രവർത്തകരുടെ സംഗമവേദി കൂടിയായി മാറി. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. കണ്ണൂരിൽ CPIM പ്രവർത്തകനെ RSS കാർ വെട്ടിക്കൊലപ്പെടുത്തി. ലോക്കൽ കമ്മിറ്റി അംഗമായ കുഴിച്ചാലിൽ മോഹനനാണ് കൊല്ലപ്പെട്ടത്. വെട്ടേറ്റ മറ്റൊരു പ്രവർത്തകൻ അശോകന്റെ നില ഗുരുതരമാണ്. RSS പ്രവർത്തകരെ പ്രതി ചേർത്ത് സമഗ്ര അന്വേഷണം നടത്തണമെന്ന് P ജയരാജൻ ആവശ്യപ്പെട്ടു. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് കണ്ണൂർ ജില്ലയിൽ നാളെ രാവിലെ 6 മണി മുതൽ ഹർത്താൽ ആചരിക്കും. രാവിലെ 10 മണിയോടെയാണ് ആയുധങ്ങളുമായി എത്തിയ RSS സംഘം CPIM പടുവിലായി ലോക്കൽ കമ്മിറ്റി അംഗം കുഴിച്ചാലിൽ മോഹനനെ വെട്ടിക്കൊന്നത്. 52 വയസ്സായിരുന്നു. കള്ളുഷാപ്പ് ജീവനക്കാരനായിരുന്ന മോഹനൻ ജോലി ചെയ്തുകൊണ്ടിരിക്കെയാണ് ക്രൂരമായ കൊലപാതകം ആക്രമികൾ നടത്തിയത്. ദേഹമാസകലം വെട്ടേറ്റിട്ടുണ്ട്. മോഹനെ തലശ്ശേരി കോപ്പറേറ്റീവ് ആശുപത്രിയിൽ എത്തിക്കുമ്പോഴേക്കും മരിച്ചിരുന്നു. മോഹന്റെ കൂടെയുണ്ടായിരുന്ന അശോകനും വെട്ടേറ്റിട്ടുണ്ട്. അശോകനെ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ക്രൂരമായ കൊലപാതകം ആസൂത്രണം നടത്തിയ RSS നേതൃത്വത്തിനെതിരെ സമഗ്രാന്വേഷണം നടത്തണമെന്ന് CPIM ജില്ലാ സെക്രട്ടറി P ജയരാജൻ ആവശ്യപ്പെട്ടു. നാടിൻ്റെ സമാധാനം തകർക്കുന്നതിന് വേണ്ടി RSS
ഒരു ഭീകര പ്രസ്ഥാനമായിട്ടാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. RSS BJPക്കാർ നാട്ടിലുടനീളം പ്രചരിപ്പിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ BJPക്കാർക്ക് രക്ഷയില്ല എന്നതാണ്. പിണറായിയുടെ മണ്ഡലത്തിൽ നടത്തുന്ന രണ്ടാമത്തെ നിഷ്ഠൂരമായിട്ടുള്ള കൊലപാതകമാണ്. നിരവധി അക്രമ സംഭവങ്ങൾ ഇതിനകം കണ്ണൂർ ജില്ലയിൽ RSS സംഘം നടത്തുകയുണ്ടായി. ഈ മണ്ഡലത്തിന് തൊട്ട അയൽവക്കത്താണ് ബോംബ് നിർമ്മിക്കുന്നതിനിടയിൽ 24 വയസ്സുകാരനായിട്ടുള്ള ഒരു RSS ക്രിമിനൽ കൊല ചെയ്യപ്പെട്ടത്. ഈ കൊലക്കേസിൻ്റെ ഭാഗമായി ഈ കൊലപാതകം ആസൂത്രണം ചെയ്തിട്ടുള്ള RSSന്റെ നേതാക്കളെക്കുറിച്ച് അന്വേഷിക്കണം. ആ നേതാക്കളെ പ്രതി ചേർത്തുകൊണ്ട് കേസെടുക്കണം. കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് നാളെ രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 6 മണി വരെ കണ്ണൂർ ജില്ലയിൽ CPIM നേതൃത്വത്തിൽ ഹർത്താൽ നടത്തും. മൃതദേഹം കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ 10 മണിക്ക് വാളാങ്കിച്ചാലിലെ മോഹന്റെ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. PV ജോഷില, ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. കൊച്ചി സർവകലാശാലയിൽ LLM ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് കടുത്ത മാനസിക പീഡനം. പരീക്ഷയ്ക്ക് പഠിക്കാൻ മതിയായ സമയം നൽകാതെയും അസൈൻമെന്റുകളും പ്രൊജക്ടുകളും ഉൾപ്പെടെ അധിക ഭാരം ഏൽപ്പിച്ചുമാണ് മാനസിക പീഡനമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്റേണൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കുമെന്ന ഭയത്താൽ പരാതി നൽകാൻ മടിക്കുന്ന വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. കഴിഞ്ഞ ജൂലൈ 18-നാണ് കൊച്ചി സർവകലാശാലയിൽ LLM ഒന്നാം വർഷ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് തുടങ്ങിയത്. ക്ലാസ് തുടങ്ങി 4 മാസം തികയുന്നതിന് മുൻപ് തന്നെ നവംബർ 7-ന് ആദ്യ സെമസ്റ്റർ പരീക്ഷ തുടങ്ങുന്നതായി വിദ്യാർത്ഥികൾക്ക് അറിയിപ്പ് ലഭിച്ചു കഴിഞ്ഞു. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ അധ്യാപകരെല്ലാം തങ്ങളുടെ വിഷയങ്ങൾ എടുത്തു തീർത്തുകൊണ്ടിരിക്കുന്നു. രാവിലെ 9 മണി മുതൽ 4 മണി വരെ ക്ലാസ് എടുക്കുന്നതിന് പുറമെ 2ാം ശനിയാഴ്ച ഉൾപ്പെടെ അധിക ക്ലാസും വെക്കാറുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. എന്നാൽ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ ഒരു തവണ വായിക്കാൻ പോലും സമയം കിട്ടില്ലെന്നിരിക്കെ അസൈൻമെന്റുകളും പ്രോജക്റ്റുകളും വേറെയുമുണ്ട്. ഇതിലുമുപരി ഇന്റേണൽ പരീക്ഷയും ഒപ്പം നടത്തുന്നു. അധിക പഠനഭാരവും തുടർച്ചയായ എഴുത്തും കാരണം വിദ്യാർത്ഥികൾ കടുത്ത മാനസിക സംഘർഷത്തിലാണ്. കൂടാതെ കൈമുട്ടിനും കഴുത്തിനും വേദനയടക്കമുള്ള ശാരീരിക അസ്വസ്ഥതകളും അനുഭവിക്കേണ്ടി വരുന്നുവെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. മാനസിക പീഡനത്തെ തുടർന്ന് 2 വിദ്യാർത്ഥികൾ പഠനം മതിയാക്കി പോവുകയും ചെയ്തു. ഏതെങ്കിലും വിദ്യാർത്ഥി ക്ലാസ്സിലെത്താൻ 5 മിനിറ്റ് വൈകിയാൽ അധ്യാപകർ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യവുമുണ്ടെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഇന്റേണൽ പരീക്ഷയ്ക്ക് മാർക്ക് കുറയ്ക്കുമെന്ന ഭയത്താൽ കുസാറ്റിലെ മാനസിക പീഡനം സംബന്ധിച്ച് പരാതി പറയാനോ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരാനോ പേടിയാണെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. പരീക്ഷയ്ക്ക് വിജയിച്ചില്ലെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം നിഷേധിക്കപ്പെടുമെന്നും വിദ്യാർത്ഥികൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇത്രയും പ്രതികൂല സാഹചര്യം നിലനിൽക്കെ അടുത്ത മാസം 7-ന് തുടങ്ങുന്ന പരീക്ഷ എങ്ങനെ എഴുതി വിജയിക്കും എന്ന ആശങ്കയിലാണ് LLM ഒന്നാം വർഷ വിദ്യാർത്ഥികൾ. ന്യൂസ് ബ്യൂറോ, കൊച്ചി. വീടും സ്ഥലവും ഇല്ലാത്ത കർഷകരെ കണ്ടെത്തുന്നതിനുള്ള KSKTUവിന്റെ സർവേ തുടരുന്നു. സർവേയുടെ ഭാഗമായി എറണാകുളം ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സമ്മേളനം CPIM സംസ്ഥാന സമിതി അംഗം CN മോഹനൻ ഉദ്ഘാടനം ചെയ്തു. വീടില്ല, ഒരു താമസിക്കണത് ഒരു കുട്ടിപ്പുര, ഒരു ഓലപ്പുര വെച്ച് താമസിക്കാൻ. ചെള്ളപ്പരയാണ്, വെള്ളം കയറും, തോട്ടിൽ നിന്നൊക്കെ വെള്ളം കയറും. ചെറായി സ്വദേശിനിയായ ഈ അമ്മയെപ്പോലെ നിരവധി പേരാണ് സംസ്ഥാനത്ത് വീടും സ്ഥലവുമില്ലാതെ കഷ്ടപ്പെടുന്നത്. ഇത്തരത്തിലുള്ള യഥാർത്ഥ ഭൂരഹിത ഭവനരഹിതരെ കണ്ടെത്തുന്നതിനായാണ് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ സർവേ നടത്തുന്നത്. 14 ജില്ലകളിലും നടക്കുന്ന സർവേ വേഗത്തിൽ പൂർത്തിയാക്കി സംസ്ഥാന സർക്കാരിനും ജില്ലാ കലക്ടർമാർക്കും റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് CPIM സംസ്ഥാന സമിതി അംഗം CN മോഹനൻ പറഞ്ഞു. LDFന്റെ ഗവൺമെന്റിന്റെ മുൻഗണന ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കാനും വീടില്ലാത്തവർക്ക് വീട് കൊടുക്കാനുമാണ്. അങ്ങനെ തീരുമാനിച്ച് ആ പ്രവർത്തനം LDF ഗവൺമെന്റ് ആരംഭിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ ഗവൺമെന്റിന് മുമ്പാകെ യഥാർത്ഥ വസ്തുത, യഥാർത്ഥ എണ്ണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൊടുക്കാൻ വേണ്ടിയാണ് കർഷക തൊഴിലാളി യൂണിയൻ ഇതുപോലുള്ള കൺവെൻഷൻ വിളിച്ചു ചേർത്തത്. വീടും സ്ഥലവുമില്ലാത്ത നിരവധി പേരാണ് സമ്മേളനത്തിനെത്തി പേര് രജിസ്റ്റർ ചെയ്തത്. MP പത്രോസ്, VK മോഹനൻ, CB ദേവദർശൻ എന്നിവർ സമ്മേളനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സൂര്യ നൃത്ത സംഗീതോത്സവ വേദിയിൽ നിറഞ്ഞാടി നടി മഞ്ജു വാര്യർ. ഭക്തിയുടെ ഭാവമുദ്രകൾ വിരിഞ്ഞ കുച്ചിപ്പുടിയുമായാണ് മലയാളികളുടെ പ്രിയ നടി വേദിയിലെത്തിയത്. ചുവടുകളിലും ചലനങ്ങളിലും പകരം വയ്ക്കാനില്ലാത്ത മായികതയുമായാണ് നടി മഞ്ജു വാര്യർ കുച്ചിപ്പുടിയുമായി സൂര്യയുടെ നൃത്തവേദിയിലെത്തിയത്.
ഗണേശസ്തുതിയിൽ തുടങ്ങി കൃഷ്ണഭക്തിയുടെ വൃന്ദാവനങ്ങളിലേക്ക് മഞ്ജുഭാവങ്ങൾ ഒഴുകി നീങ്ങി. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിലെ നിറഞ്ഞ സദസ്സ് കരഘോഷത്തോടെയാണ് മഞ്ജുവിന്റെ നൃത്തവിസ്മയത്തെ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ഗിന്നസ് ബുക്കിൽ ഇടം നേടാൻ കൊച്ചിയിൽ നീളൻ മുട്ട സാലഡ് തയ്യാറാക്കി. ലോക മുട്ട ദിനത്തോടനുബന്ധിച്ചാണ് 10,000 മുട്ടകൾ ഉപയോഗിച്ച് 1 കിലോമീറ്റർ നീളത്തിൽ സാലഡ് തയ്യാറാക്കിയത്. വേൾഡ് എഗ് ഡേ ദിനാചരണത്തിന്റെ ഭാഗമായി സോണൽ ഫുഡിന്റെ നേതൃത്വത്തിലാണ് നീളൻ എഗ് സാലഡ് തയ്യാറാക്കിയത്. 10,000 മുട്ടയും 200 കിലോ പച്ചക്കറിയും ഉപയോഗിച്ചായിരുന്നു സാലഡ് നിർമ്മാണം. 688 മീറ്റർ നീളമുള്ള എഗ് സാലഡാണ് നിലവിൽ ഗിന്നസ് ബുക്കിൽ ഇടം പിടിച്ചിട്ടുള്ളതെങ്കിൽ ആ റെക്കോർഡ് തിരുത്താൻ കൊച്ചിയിൽ 1000 മീറ്റർ നീളത്തിലാണ് സംഘാടകർ സാലഡ് നിർമ്മിച്ചത്. ഒരു ലോങ്ങസ്റ്റ് ലൈൻ, അതോടുകൂടി ഒരു എഗ് അവയർനെസ് ക്രിയേറ്റും ചെയ്യുക. ഏറ്റവും നല്ല ന്യൂട്രീഷ്യസും ഹെൽത്തി ഫുഡായിട്ടുള്ള ഒരു എഗ്ഗ്, കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫുഡാണ് എഗ്ഗ്. അതുകൊണ്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ ഒരു അവയർനെസ് പാർട്ടായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. സെന്റ് തെരേസാസ് കോളേജിലെ 200ഓളം വിദ്യാർത്ഥികളും 100ലേറെ വളണ്ടിയർമാരും 20ഓളം ഷെഫുമാരും ചേർന്നാണ് നീളൻ എഗ് സാലഡ് നിർമ്മിച്ചത്. ഭീമൻ എഗ് സാലഡ് കാണാൻ നിരവധി പേർ മറൈൻ ഡ്രൈവിലെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. പെരുമ്പാവൂർ ആൻഡോപുരം സെന്റ് ആന്റണീസ് പള്ളിയിൽ മൃതദേഹം സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട തർക്കം സംഘർഷത്തിലെത്തി. കല്ലറയെ ചൊല്ലിയായിരുന്നു തർക്കം. പിന്നീട് അതിരൂപത ഇടപെട്ട് സംഘർഷത്തിന് അയവ് വന്ന ശേഷമാണ് മൃതദേഹം സംസ്കരിച്ചത്. രാവിലെ 9:30ഓടെയാണ് ഇടവകയിൽ മരിച്ച സ്ത്രീയുടെ മൃതദേഹം സംസ്കരിക്കുന്നതിനായി ബന്ധുക്കൾ സെന്റ് ആന്റണീസ് പള്ളിയിലെത്തിയത്. സംസ്കാര ചടങ്ങുകൾ തുടങ്ങാനിരിക്കെ സെമിത്തേരിയിൽ കല്ലറയെ ചൊല്ലി തർക്കം ഉടലെടുത്തു. കീഴ്വഴക്കമനുസരിച്ച് 2008 മരിച്ചയാളുടെ കല്ലറ തുറക്കേണ്ടതിന് പകരം സംസ്കാരത്തിനായി 2009 മരിച്ചയാളുടെ കല്ലറ തുറന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം. 2008 മരിച്ച വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ കുടുംബക്കല്ലറയാക്കുന്നതിനായി പണം അടച്ചിട്ടുണ്ടെന്നും അതിനാൽ ആ കല്ലറ തുറക്കാനാവില്ലെന്നും പള്ളി വികാരി അറിയിച്ചു. ഇതിനെതിരെ ഇടവകാംഗങ്ങൾ രംഗത്ത് വരികയായിരുന്നു. ഇവിടെ ആർക്കും വ്യക്തിഗത കല്ലറയില്ല. അതുകൊണ്ടാണ് പൊതു കല്ലറ മാത്രമേ ഉള്ളൂ. അത് മാത്രമേ അനുവദിക്കുള്ളൂ. അതിന് ഏത് അറ്റം വരെ ഞങ്ങൾ പോകും. അതിനെ എന്ത് രീതിയിലും എതിർക്കുകയും ചെയ്യും. വാക്കുതർക്കം സംഘർഷമായി മാറിയതോടെ പോലീസ് സ്ഥലത്തെത്തി. പിന്നീട് അതിരൂപത ഇടപെട്ടതോടെ ഇടവകാംഗങ്ങൾ തർക്കം അവസാനിപ്പിക്കുകയും പള്ളി വികാരി നിർദ്ദേശിച്ചതനുസരിച്ച് മൃതദേഹം സംസ്കരിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന സ്വകാര്യ ലാബുകളിലെ 80% ജീവനക്കാരും യോഗ്യതയില്ലാത്തവരെന്ന് റിപ്പോർട്ട്. സ്റ്റാറ്റിസ്റ്റിക്സ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ടിനെ തുടർന്ന് സംസ്ഥാനത്തെ സ്വകാര്യ ക്ലിനിക്കൽ ലാബുകളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കാൻ സർക്കാർ ഇടപെടണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. 2014 സംസ്ഥാന എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വിഭാഗം തയ്യാറാക്കിയ പഠന റിപ്പോർട്ട് പ്രകാരം കേരളത്തിൽ 4168 സ്വകാര്യ ലാബുകളാണ് പ്രവർത്തിക്കുന്നത്. ഇവയിൽ 80%-ലധികം ലാബുകളിലും വേണ്ടത്ര യോഗ്യതയില്ലാത്ത ജീവനക്കാരാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ലാബുകളിലെ പരിശോധനാ ഫലവും പരിശോധനാ നിരക്കും വ്യത്യസ്ത തരത്തിലാണ്. ഇങ്ങനെയുള്ള ലാബുകളെ നിയന്ത്രിക്കുന്നതിനും രജിസ്റ്റർ ചെയ്യുന്നതിനും 2010 കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെന്റ് ബില്ല് കേരളത്തിൽ നടപ്പിലാക്കിയില്ല. കേന്ദ്രത്തിലെ ഈ ബില്ല് പ്രകാരം മറ്റ് സംസ്ഥാനങ്ങളിൽ സ്വകാര്യ ലാബുകളെ നിയന്ത്രിക്കുമ്പോൾ കേരളത്തിലെ ലാബുകൾ യാതൊരുവിധ നിയന്ത്രണവുമില്ലാതെ യഥേഷ്ടം പ്രവർത്തിക്കുകയാണ്. മുനിസിപ്പൽ പഞ്ചായത്ത് ലൈസൻസിന്റെ ബലത്തിലാണ് കേരളത്തിലെ ലാബുകൾ ഇപ്പോൾ പ്രവർത്തിച്ചു വരുന്നത്. ഇത്തരത്തിൽ പ്രവർത്തിക്കുന്ന ലാബുകളെ ഏകീകരിക്കുന്നതിനും ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനും 2004 സർക്കാർ കരട് ബില്ലിന് രൂപം നൽകിയെങ്കിലും ഇനിയും ബില്ല് പാസ്സായിട്ടില്ല. ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ നിർണായക പങ്ക് വഹിക്കുന്ന സ്വകാര്യ ലാബുകളുടെ പ്രവർത്തനം നിയന്ത്രിക്കാനും നിരീക്ഷിക്കാനും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടപടിയുണ്ടായില്ലെങ്കിൽ ഭാവിയിൽ കേരളത്തിലെ ആരോഗ്യ മേഖലയിലെ പ്രവർത്തനങ്ങളെ ഇത് പ്രതികൂലമായി ബാധിക്കും. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ.